സോഷ്യോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 100% ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റൂൾസ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ നിയമങ്ങൾ. വിവാഹത്തിന് 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് സ്വഗണ വിവാഹം എൻഡോഗമി, മറ്റൊന്ന് ബഹിർഗണ വിവാഹം എക്സോഗമി. വിവാഹത്തിൻ്റെ നിയമങ്ങൾ 2 രീതിയിലാണുള്ളത്. ഒന്ന് സ്വഗണ വിവാഹം എൻഡോഗമി, മറ്റൊന്ന് ബഹിർഗണ വിവാഹം എക്സോഗമി. വാട്ട് ഈസ് എൻഡോഗമി? എന്താണ് എൻഡോഗമി? സ്വഗണ വിവാഹം, ഒരാൾ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് ഇണയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് സ്വഗണ വിവാഹം. ആൻ ഇൻഡിവിജ്വൽ ഈസ് പെർമിറ്റഡ് ടു മാരി ഓൺലി ഫ്രം വിത്തിൻ ദർ ഗ്രൂപ്പ്. സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് വിവാഹം ചെയ്യുന്ന രീതിയാണ് എൻഡോഗമി. ഉദാഹരണം, സ്വന്തം ജാതിയിൽ നിന്ന് ഇണയെ കണ്ടെത്തുക, സ്വന്തം ഗോത്രത്തിൽ നിന്ന് ഇണയെ കണ്ടെത്തുക, സ്വന്തം മതത്തിൽ നിന്ന് വിവാഹ പങ്കാളിയെ കണ്ടെത്തുക. അണ്ടർ ദിസ് സിസ്റ്റം ഔട്ട് ഗ്രൂപ്പ് മാരേജ് ഈസ് നോട്ട് പെർമിറ്റഡ്. ഈ സിസ്റ്റപ്രകാരം ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗണത്തിന് പുറമേ നിന്ന് വിവാഹം അനുവദനീയമല്ല. ഇനി എന്താണ് എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി സ്വന്തം ഗ്രൂപ്പിന് പുറമേ നിന്നുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതിയാണിത്. ഒരു വ്യക്തി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗണത്തിന് പുറമേ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിയാണിത്. ഉദാഹരണം പറയുന്നത്, രക്തബന്ധമുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം വിലക്കപ്പെട്ടിരിക്കുന്നു. മാരേജ് ഫ്രം വിത്തിൻ ദ ഗ്രൂപ്പ് ഈസ് നോട്ട് അലൗഡ്. ഉദാഹരണം പറഞ്ഞാൽ, സ്വന്തം ആങ്ങള, സ്വന്തം ബ്രദർ, സ്വന്തം സിസ്റ്ററെ വിവാഹം കഴിക്കുമോ? ഇല്ല. ഇതാണ് ഇതിന് ഉദാഹരണം. അല്ലെങ്കിൽ ഒരു മകൾ പിതാവിനെ വിവാഹം കഴിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി, റൂൾസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് 2 രീതിയാണുള്ളത്. ഒന്ന് എൻഡോഗമി, മറ്റൊന്ന് എക്സോഗമി. ടൈപ്സ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ രൂപങ്ങൾ. മോണോഗമി, പോളിഗമി. വിവാഹത്തിൻ്റെ 2 രൂപങ്ങളാണ് മോണോഗമി ആൻഡ് പോളിഗമി. മോണോഗമി എന്ന് പറഞ്ഞാൽ ഏക വിവാഹം, ഒരു വ്യക്തി ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം വിവാഹം ചെയ്യുന്ന രീതിയാണ് മോണോഗമി. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പങ്കാളിയെ അനുവദിക്കുന്നു. ഈ പോളിഗമി 2 വിധമുണ്ട്. ഒന്ന് പോളിജിനി, ബഹുഭാര്യത്വം, മറ്റൊന്ന് പോളിയാൻഡ്രി, ബഹുഭർത്തൃത്വം. പോളിജിനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന രീതി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം ചെയ്യുന്ന രീതി. ഒരിക്കൽ കൂടി, വിവാഹത്തിൻ്റെ രൂപങ്ങൾ 2 രീതിയാണുള്ളത്. ഒന്ന് മോണോഗമി, മോണോഗമി എന്ന് പറഞ്ഞാൽ ഏകവിവാഹം, മറ്റൊന്ന് പോളിഗമി, ബഹുവിവാഹം. ഈ പോളിഗമി 2 വിധമുണ്ട്. പോളിജിനി, പോളിയാൻഡ്രി, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. ഈ മോണോഗമിയാണ് എന്താ വളരെ പ്രധാനപ്പെട്ടതാണ്. മോണോഗമിയിൽപ്പെട്ട കാര്യം നാം ചർച്ച ചെയ്തിരുന്നു. സീരിയൽ മോണോഗമി, അനുക്രമ ഏകവിവാഹം. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് കിൻഷിപ്പ്? ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ബന്ധുത്വം 2 രീതിയിലാണുള്ളത്. ഒന്ന് അഫീനൽ കിൻഷിപ്പ്, ഒന്ന് കോൺസാങ്കിനിയസ് കിൻഷിപ്പ്. വൈവാഹിക ബന്ധുത്വം, സ്വഗോത്ര ബന്ധുത്വം. ഒരിക്കൽ കൂടി, ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ഈ ബന്ധുത്വം കിൻഷിപ്പ് 2 രീതിയിലുണ്ട്. അഫീനൽ കിൻഷിപ്പ്. അഫീനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കിൻഷിപ്പ് ത്രോ മാരേജ് ഈസ് കോൾഡ് അഫീനൽ കിൻഷിപ്പ്. ഉദാഹരണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, സൺ ഇൻ ലോ. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് അഫീനൽ കിൻഷിപ്പ്. ഉദാഹരണം, ഭർത്താവ്, ഭാര്യ, മരുമകൻ, മരുമകൾ എന്നിവയ്ക്ക് ഉദാഹരണമാണ്. സ്വഗോത്ര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കിൻഷിപ്പ് ത്രോ ബ്ലഡ് റിലേഷൻ ഓർ കോമൺ ആൻസെസ്ട്രി ഈസ് കോൾഡ് കോൺസാങ്കിനിയസ് കിൻഷിപ്പ്. ഉദാഹരണം, ഫാദർ, സൺ, ഫാദേഴ്സ് ബ്രദർ ആൻഡ് സോ ഓൺ. രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് സ്വഗോത്ര ബന്ധുത്വം. ഉദാഹരണം, പിതാവ്, പുത്രൻ, സഹോദരി, പിതാവിൻ്റെ സഹോദരങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഒരിക്കൽ കൂടി, കിൻഷിപ്പ് 2 തരത്തിലാണുള്ളത്. ബന്ധുത്വം 2 തരത്തിലാണുള്ളത്. ഒന്ന് വൈവാഹിക ബന്ധുത്വം, മറ്റൊന്ന് സ്വഗോത്ര ബന്ധുത്വം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫോംസ് ഓഫ് ഫാമിലി. ഇത് ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. കുടുംബത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, മറ്റൊന്ന് ജോയിൻറ്റ് ഫാമിലി.
ഒരിക്കൽ കൂടി, കുടുംബത്തിൻ്റെ ഘടനയെ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അണുകുടുംബം, മറ്റൊന്ന് കൂട്ടുകുടുംബം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ മാതാവ്, പിതാവ്, വിവാഹം കഴിക്കാത്ത കുട്ടികൾ എന്നിവർ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് അണുകുടുംബം എന്ന് പറയുക. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുക. ഒരിക്കൽ കൂടി, കുടുംബത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, മറ്റൊന്ന് ജോയിൻറ്റ് ഫാമിലി. ഇനി അടുത്തത് കുടുംബത്തിൻ്റെ റെസിഡൻസ്, സ്ഥലം, താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രിലോക്കൽ, മറ്റൊന്ന് മാട്രിലോക്കൽ. പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ പിതൃസ്ഥാനീയം, മാട്രിലോക്കൽ മാതൃസ്ഥാനീയം. വിവാഹം കഴിഞ്ഞ ദമ്പതികൾ വരൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നത്. ഇനി മാതൃസ്ഥാനീയ കുടുംബം അല്ലെങ്കിൽ മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി വിവാഹം ചെയ്ത ദമ്പതികൾ വധുവിൻ്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നതിനെയാണ് മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നത്. ഇനി കുടുംബത്തിൻ്റെ അധികാരം, അതോറിറ്റി, ഇതിനടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രിയാർക്കൽ ഫാമിലി, മറ്റൊന്ന് മാട്രിയാർക്കൽ ഫാമിലി. പിതൃമേധാവിത്വ കുടുംബം, മാതൃമേധാവിത്വ കുടുംബം. കുടുംബത്തിൻ്റെ അധികാരത്തെ അടിസ്ഥാനമാക്കി, അതോറിറ്റി അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ. എന്താണ് പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ? ഇവിടെ പുരുഷന്മാർക്കാണ് അധികാരവും മേധാവിത്വമുള്ള കുടുംബത്തിനാണ് പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി മാട്രിയാർക്കൽ ഫാമിലി അല്ലെങ്കിൽ മാതൃമേധാവിത്വ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വമുള്ള കുടുംബത്തിനാണ് മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുക. ഓക്കെ. ഇനി അടുത്തത് പൈതൃകം, ഹെറിഡിറ്റി അല്ലെങ്കിൽ ലീനേജ്, വംശപരമ്പര. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രിലീനിയൽ ഫാമിലി, മറ്റൊന്ന് മാട്രിലീനിയൽ ഫാമിലി. പാട്രിലീനിയൽ ഫാമിലി എന്ന് പറഞ്ഞാൽ പിതൃദായ കുടുംബം. പിതാവിലൂടെ മക്കളിലേക്ക് പൈതൃകം കൈമാറ്റം ചെയ്യുന്നു. ലീനേജ് ത്രോ ഫാദേഴ്സ് ലൈൻ, ഇതാണ് പാട്രിലീനിയൽ. ഇനി മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ ലീനേജ് ത്രോ മദേഴ്സ് ലൈൻ. മാതാവിലൂടെ മക്കളിലേക്ക് സ്വത്തിൻ്റെ കൈമാറ്റവും പൈതൃകമൊക്കെ കൈമാറ്റം ചെയ്യുന്നു. ഇതാണ് മാതൃദായക്രമം. ഒരിക്കൽ കൂടി, കുടുംബത്തിൻ്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അണുകുടുംബം, മറ്റൊന്ന് കൂട്ടുകുടുംബം. കുടുംബത്തിൻ്റെ റെസിഡൻസ്, താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പാട്രിലോക്കൽ, മാട്രിലോക്കൽ. കുടുംബത്തിൻ്റെ അതോറിറ്റി അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അധികാരത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പിതൃമേധാവിത്വ കുടുംബം, മാതൃമേധാവിത്വ കുടുംബം. കുടുംബത്തിൻ്റെ പൈതൃകം, ലീനേജ്, വംശപരമ്പര, ഇവയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പാട്രിലീനിയൽ, മാട്രിലീനിയൽ. ഇനി ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ ഉണ്ട്, ദിശാകുടുംബം. ദിശാകുടുംബം എന്ന് പറഞ്ഞാൽ നാം ജനിച്ച കുടുംബത്തെയാണ് ദിശാകുടുംബം എന്ന് പറയുക. ഇനി ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, പുനരുൽപാദന കുടുംബമുണ്ട്. പുനരുൽപാദന കുടുംബം എന്ന് പറഞ്ഞാൽ നാം വിവാഹം ചെയ്തയക്കപ്പെടുന്ന ആ കുടുംബത്തെയാണ്, നാം വിവാഹം ചെയ്തയക്കുന്ന ആ കുടുംബത്തെയാണ് പുനരുൽപാദന കുടുംബം എന്ന് പറയുക. അപ്പോൾ കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ നാം പഠിച്ചു. കുടുംബത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ അധികാരത്തെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ പൈതൃകത്തെ അടിസ്ഥാനമാക്കി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതണം, എന്നാലാണ് ഫുൾ മാർക്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പൗരനെ സംബന്ധിക്കുന്ന അവകാശങ്ങൾ, സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. പ്രധാനമായിട്ടും 3 സിറ്റിസൺഷിപ്പ് റൈറ്റ്സുകളാണുള്ളത്. ഒന്ന് സിവിൽ റൈറ്റ്, പൗരാവകാശം. മറ്റൊന്ന് പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയ അവകാശം. മറ്റൊന്ന് സോഷ്യൽ റൈറ്റ്, സാമൂഹിക അവകാശം. ഈ സിവിൽ റൈറ്റ് അല്ലെങ്കിൽ പൗരാവകാശത്തിൽപ്പെടുന്ന കാര്യമാണ് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം. രാഷ്ട്രീയ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും സ്ഥാനാർത്ഥിയാവാനുമുള്ള സ്വാതന്ത്ര്യം. ഇനി സോഷ്യൽ റൈറ്റിൽപ്പെട്ട കാര്യങ്ങളാണ് തൊഴിലില്ലായ്മ വേതനം അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷയൊക്കെ ഇതിൽപ്പെടുന്ന കാര്യമാണ്. ഇതിൽ ഈ ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രം എന്ന സങ്കല്പത്തെക്കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാം എക്സാമിന്. അതൊന്നുകൂടെ ശരിക്കും എന്ത് ചെയ്യണം, അത് നോക്കണം. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏക സമുദായവൽക്കരണം അല്ലെങ്കിൽ ഗട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി, വംശം, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രക്രിയയാണ് ഏക സമുദായവൽക്കരണം. ഇതിലൂടെ നഗരത്തിലെ ഒരു പ്രദേശം ഏതെങ്കിലും ഒരു സമുദായം മാത്രം താമസിക്കുന്ന പ്രദേശമായി മാറുന്നു. ഒരിക്കൽ കൂടി, ജാതിയുടെയോ വംശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നഗരത്തിൽ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രക്രിയയാണ് ഏകസമുദായവൽക്കരണം. വർഗീയ ലഹളകൾക്ക് ശേഷം ഇന്ത്യയിൽ ഏകസമുദായവൽക്കരണം എന്ന പ്രക്രിയ ശക്തിപ്പെട്ടതായി കാണാം. ഉദാഹരണം പറഞ്ഞാൽ 2002 ഗുജറാത്തിലെ വർഗീയ ലഹളയ്ക്ക് ശേഷം
ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്നു, മറ്റൊരു പ്രദേശത്ത് ഹിന്ദു സമുദായത്തിലെ ജനങ്ങൾ ജീവിക്കുന്നു. ഇങ്ങനൊരു പ്രക്രിയ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ ഏക സമുദായവൽക്കരണത്തിന് ഉദാഹരണം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് ഏക സമുദായവൽക്കരണം എന്ന് പറഞ്ഞാൽ? ജാതിയുടെയോ വംശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നഗരത്തിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, ഒരു വിഭാഗമായിട്ട് താമസിക്കുന്നു. മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത്, ഹിന്ദുക്കൾ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു ജാതിയുടെ അല്ലെങ്കിൽ വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് മാത്രമായി കേന്ദ്രീകരിക്കുന്നു. ഇതിനാണ് ഏക സമുദായവൽക്കരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കതകടച്ച സമുദായം അല്ലെങ്കിൽ ബന്ധിത സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബന്ധിത സമുദായം അല്ലെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന പദം നഗരത്തിലെ സമ്പന്നന്മാരെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്താണിത് സംഭവം? നഗരത്തിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? മതിലുകളും ഗേറ്റുകളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ വേറിട്ട് നിൽക്കാറുണ്ട്. അവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളെയാണ് ബന്ധിത സമുദായം എന്ന് പറയുക. ഒരു നഗരത്തിൽ സമ്പന്നരായിട്ടുള്ള അയൽപ്പക്കങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രദേശത്തേക്ക് മാത്രമായിട്ട് വീട് വെക്കുന്നു. അവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായിരിക്കും. വലിയൊരു ഗേറ്റ് ഉണ്ടാവും, അങ്ങോട്ട് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. സമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഇതിനെയാണ് കതകടച്ച സമുദായം അല്ലെങ്കിൽ ബന്ധിത സമുദായം എന്നൊക്കെ പറയുന്നത്. ഗേറ്റുകൾ നൽകുന്ന സുരക്ഷയിൽ അവർ നഗരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു. കുടിവെള്ളം സൗകര്യമുണ്ട്, ആരോഗ്യത്തിനുള്ള ഹോസ്പിറ്റൽ അവിടെയുണ്ട്, ഇലക്ട്രിസിറ്റിയുണ്ട്, വിനോദത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, സുരക്ഷ എന്നിവ ഇവർ ആസ്വദിക്കുന്നു. സമ്പന്നരായിട്ടുള്ള ആളുകൾ വലിയ ഗേറ്റ് വെച്ച് ഒരു പ്രദേശത്ത് മാത്രം താമസിക്കുന്നതിനെയാണ് ബന്ധിത സമുദായം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, നഗരത്തിലെ സമ്പന്നരായ അയൽപ്പക്കങ്ങൾ മതിലുകളും ഗേറ്റുകളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ വേറിട്ട് നിൽക്കാറുണ്ട്. അവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളെയാണ് കതകടച്ച സമുദായം അല്ലെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജെൻട്രിഫിക്കേഷൻ? എന്താണ് കുലീനവൽക്കരണം? താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹം മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്നതിനെയാണ് കുലീനവൽക്കരണം അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ സമ്പന്നരാകുന്നു, അല്ലെങ്കിൽ മധ്യവർഗമാകുന്നു, അല്ലെങ്കിൽ ഉപരിവർഗമാകുന്നു. ഈ പ്രക്രിയക്കാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൂടി പഠിക്കണം. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സ്റ്റാറ്റസ് ആൻഡ് റോൾ. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സ്റ്റാറ്റസ് സെറ്റ്, പദവിക്കൂട്ടങ്ങൾ. ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി ഒന്നിലധികം പദവികൾ വഹിക്കുന്നു. ഇതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് പറയുക. ഇൻ എ മോഡേൺ സൊസൈറ്റി ആൻ ഇൻഡിവിജ്വൽ ഒക്കുപ്പൈസ് മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് വിച്ച് ആർ ടേംഡ് ആസ് സ്റ്റാറ്റസ് സെറ്റ്. ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അനേകം പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ് സ്റ്റാറ്റസ് സീക്വൻസ്, പദവിക്രമം. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി, പദവിക്രമം അല്ലെങ്കിൽ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് പറയുക. ഉദാഹരണം, ഒരു പുത്രൻ കുറച്ച് കഴിഞ്ഞാൽ പിതാവാകും, പിതാവ് കുറച്ച് കഴിഞ്ഞാൽ മുത്തച്ഛനാകും. ഓക്കെ, ഇതാണ് ഉദാഹരണം. ഒരിക്കൽ കൂടി, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് പറയുക. ഈ പദവിക്രമവും പദവിക്കൂട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, മാറരുത്. ഈ ചോദ്യം നോക്കൂ നിങ്ങൾ. റോൾ സ്റ്റീരിയോടൈപ്പിംഗ്, ധർമ്മസ്ഥിരത. റോളിൻ്റെ മറ്റൊരു സവിശേഷതയാണ്, അല്ലെങ്കിൽ പങ്കിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ധർമ്മസ്ഥിരത. എന്താണ് ധർമ്മസ്ഥിരത എന്ന് പറഞ്ഞാൽ? സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. ഉദാഹരണം പറയുന്നത് ഇവിടെ, പുരുഷന്മാരുടെ ധർമ്മം കുടുംബം പോറ്റലും സ്ത്രീകളുടെ ധർമ്മം വീട്ടുജോലിയുമാണെന്ന് സമൂഹം നിർണ്ണയിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി, സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ് അല്ലെങ്കിൽ ധർമ്മസ്ഥിരത. ഉദാഹരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പുരുഷന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കുടുംബം പോറ്റലും സ്ത്രീകളുടെ ധർമ്മം വീട്ടുജോലിയുമാണെന്നൊരു ധാരണ സമൂഹം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് സമൂഹം നിലനിർത്തുന്നു. ഇനി കുറച്ച് ഗ്രന്ഥങ്ങൾ നോക്കാം. അതിൻ്റെ രചയിതാക്കൾ, അത് എഴുതിയത് ആരാണെന്ന് നോക്കാം. ഓക്കെ, ദി ഗോൾഡൻ ബഫ് എന്ന ഗ്രന്ഥം എഴുതിയത് ജെയിംസ് ഫ്രേസറാണ്. ദി ഗോൾഡൻ ബഫ്, ജെയിംസ് ഫ്രേസർ. പ്രിമിറ്റീവ് റിലീജിയൻ, പ്രാകൃത മതം എന്ന ഗ്രന്ഥം എഴുതിയത് എമിൽ ദുർക്കെയ്മാണ്. പ്രിമിറ്റീവ് റിലീജിയൻ, എമിൽ ദുർക്കെയ്ം.
അതേപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? മാക്സ് വെബറാണ്. ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? മാക്സ് വെബറാണ്. ക്ലിയർ അല്ലേ? ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും എക്സാമിനുണ്ടാവും, ഒരു സംശയമില്ല. ഫീൽഡ് വർക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മലിനോസ്കിയാണ്. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യോളജിസ്റ്റോ അല്ലെങ്കിൽ നരവംശ ശാസ്ത്രജ്ഞനോ അവർ പഠനവിധേയമാക്കുന്ന ഒരു സമുദായത്തിൽ താമസിച്ച് അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, അവരുടെ ജനതയുടെ ലൈഫ് സ്റ്റൈൽ എന്നിവ നേരിട്ട് പഠിക്കുന്ന രീതിയാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫീൽഡ് വർക്ക് നടത്തിയ ഗവേഷകനും ഏത് സ്ഥലത്താണ് അവർ പഠനം നടത്തിയതെന്നുമാണ്. ഇത് പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഓക്കെ, ആദ്യം മലിനോസ്കി പഠനം നടത്തിയത് ട്രോബ്രിയാൻ ദ്വീപിലാണ്. റാഡ്ക്ലിഫ് ബ്രൗൺ പഠനം നടത്തിയത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. പഠനം നടത്തിയത് ഇവാൻസ് പ്രിച്ചാർഡ് പഠനം നടത്തിയത് സുഡാനിലെ ന്യൂവർ എന്ന സ്ഥലത്താണ്. ഒരിക്കൽ കൂടി, മലിനോസ്കി പഠനം നടത്തിയത് ട്രോബ്രിയാൻ ദ്വീപ്, റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇവാൻസ് പ്രിച്ചാർഡ് സുഡാനിലെ ന്യൂവർ. ഫ്രാൻസ് ബോസ് എന്ന നരവംശ ശാസ്ത്രജ്ഞൻ പഠനം നടത്തിയത് വിവിധ അമേരിക്കൻ ദ്വീപുകളിലാണ്. ഡിഫറൻറ്റ് അമേരിക്കൻ ട്രൈബ്സിൽ അല്ലെങ്കിൽ അമേരിക്കൻ ദ്വീപുകളിൽ പഠനം നടത്തിയ വ്യക്തിയാണ് ഫ്രാൻസ് ബോസ്. മാഗ്രറ്റ് മീഡ് പഠനം നടത്തിയത് സമോവ ദ്വീപിലാണ്. ക്ലിഫോർഡ് ഗീറ്റ്സ് പഠനം നടത്തിയത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. ഒരിക്കൽ കൂടി, ഫ്രാൻസ് ബോസ് പഠനം നടത്തിയത് വിവിധ അമേരിക്കൻ ദ്വീപുകളിലാണ്. മാഗ്രറ്റ് മീഡ് സമോവ ദ്വീപിലാണ്. ക്ലിഫോർഡ് ഗീറ്റ്സ് ബാലി ദ്വീപിലാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. മലിനോസ്കി ട്രോബ്രിയാൻ ദ്വീപ്, റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇവാൻ പ്രിച്ചാർഡ് സുഡാനിലെ ന്യൂവർ, ഫ്രാൻസ് ബോസ് വിവിധ അമേരിക്കൻ ദ്വീപുകൾ, മാഗ്രറ്റ് മീഡ് സമോവ ദ്വീപ്, ക്ലിഫോർഡ് ഗീറ്റ്സ് ഇന്തോനേഷ്യയിലെ ബാലി എന്ന ദ്വീപിലുമാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഈ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം എന്നുള്ളത് സോഷ്യോളജിയിലും നരവംശ ശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന ഒരു പഠന രീതിയാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ സോഷ്യോളജിയിലെ ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തികളും അവരതുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുമാണ് നാം നോക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ എം.എൻ. ശ്രീനിവാസ്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് ദി റിമെമ്പേർഡ് വില്ലേജ്. ഇദ്ദേഹം മൈസൂരിനടുത്തുള്ള രാംപുര വില്ലേജിനെ കുറിച്ചാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, എം.എൻ. ശ്രീനിവാസ് രചിച്ച ഗ്രന്ഥം ദി റിമെമ്പേർഡ് വില്ലേജ്. അദ്ദേഹം പഠനം നടത്തിയ ഗ്രാമം രാംപുര വില്ലേജാണ്, മൈസൂരിലെ. ഇനി അടുത്ത ചോദ്യം, എസ്.സി. ദുബെ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഇന്ത്യൻ വില്ലേജ്. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എം.എൻ. ശ്രീനിവാസ് രചിച്ച ഗ്രന്ഥം ദി റിമെമ്പേർഡ് വില്ലേജ്, എസ്.സി. ദുബെ രചിച്ച ഗ്രന്ഥം ഇന്ത്യൻ വില്ലേജ്. മറ്റൊരു ചോദ്യം, വില്യം വൈസറും ഷാർലറ്റ് വൈസറും കൂടി രചിച്ച ഗ്രന്ഥമാണ് ബിഹൈൻഡ് മഡ് വാൾസ്. വില്യം വൈസർ ആൻഡ് ഷാർലറ്റ് വൈസർ എന്നിവർ രണ്ടുപേരും കൂടി, ദമ്പതികളാണ് ഇവർ രണ്ടുപേരും. ഉത്തർപ്രദേശിൽ ഇവർ ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തികളാണ് ഇവർ രചിച്ച ഗ്രന്ഥമാണ് ബിഹൈൻഡ് മഡ് വാൾസ്. വില്യം വൈസർ ജജമാനി സമ്പ്രദായത്തെക്കുറിച്ചുകൂടി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വില്യം ഫൂട്ട്വൈറ്റിൻ്റെ ഗ്രന്ഥം നമ്മുടെ സോഷ്യോളജി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റിയെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് വില്യം ഫൂട്ട്വൈറ്റ്. ഓക്കെ, ചിക്കാഗോയിലെ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനായി ഒരു ജോലി ചെയ്ത വ്യക്തിയാണ് മൈക്കിൾ ബുരാവെ എന്ന സോഷ്യോളജിസ്റ്റാണ്. ചിക്കാഗോയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. ഒരിക്കൽ കൂടി, എം.എൻ. ശ്രീനിവാസിൻ്റെ ഗ്രന്ഥം ദി റിമെമ്പേർഡ് വില്ലേജ്, എസ്.സി. ദുബെയുടെ ഗ്രന്ഥം ഇന്ത്യൻ വില്ലേജ്, വില്യം ആൻഡ് ഷാർലറ്റ് വൈസറിൻ്റെ ഗ്രന്ഥമാണ് ബിഹൈൻഡ് മഡ് വാൾസ്, വില്യം ഫൂട്ട്വൈറ്റിൻ്റെ ഗ്രന്ഥമാണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ക്ലിയർ അല്ലേ? 5ഓ 6ഓ മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സോഷ്യൽ സോളിഡാരിറ്റിയെ എമിൽ ദുർക്കെയിം രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, മറ്റൊന്ന് ഓർഗാനിക് സോളിഡാരിറ്റി. യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം. ഈ യാന്ത്രിക ഐക്യദാർഢ്യം കാണപ്പെടുന്നത്
പ്രിമിറ്റീവ് സൊസൈറ്റിയിലാണ്, പ്രാകൃത സമൂഹത്തിലാണ്, അല്ലെങ്കിൽ വ്യവസായിക പൂർവ്വ സമൂഹത്തിൽ കാണപ്പെടുന്ന ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. ജൈവിക ഐക്യദാർഢ്യം കാണപ്പെടുന്നത് മോഡേൺ സൊസൈറ്റിയിലാണ്, ആധുനിക സങ്കീർണ സമൂഹത്തിലാണ് ജൈവിക ഐക്യദാർഢ്യം കാണപ്പെടുന്നത്. യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ സെയിംനെസ് അല്ലെങ്കിൽ സമാന ജീവിത രീതിയാണുള്ളത്. ജൈവിക ഐക്യദാർഢ്യത്തിലാണെങ്കിലോ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയാണ്. ആധുനിക സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്, ഓരോ കാര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ അങ്ങനെയാണോ? കൃഷിയാണെങ്കിൽ കൃഷി മാത്രമാണ് അവരുടെ ജോലി, അല്ലെങ്കിൽ ഇതുമായി ഒരേ ജോലിയാണ് എന്നും ഉണ്ടാവുക, സെയിംനെസ് ആണ്. ഇനി യാന്ത്രിക ഐക്യദാർഢ്യം നമുക്കറിയാം, പ്രാകൃത സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ ജനസംഖ്യയുള്ള സമൂഹമാണ്. ഓക്കെ, ചെറിയ ജനസംഖ്യയുള്ള സ്മോൾ പോപ്പുലേഷനാണ് ആര്? യാന്ത്രിക ഐക്യദാർഢ്യം കാണപ്പെടുന്ന സമൂഹം എന്ന് പറയപ്പെടുന്നത്. ഇനി ജൈവിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാലോ വലിയ ജനസംഖ്യയുള്ള സമൂഹമാണ്. ഇനി യാന്ത്രിക ഐക്യദാർഢ്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ് അടിച്ചമർത്തൽ നിയമങ്ങൾ. ഒരു തെറ്റ് ചെയ്താൽ തിളച്ച എണ്ണയിൽ കൈമുക്കുക. ഇതേപോലുള്ള അടിച്ചമർത്തൽ നിയമങ്ങളാണ് എവിടെയുള്ളത്? യാന്ത്രിക ഐക്യദാർഢ്യത്തിലുള്ളത്. എന്നാൽ ജൈവിക ഐക്യദാർഢ്യത്തിൽ ഉള്ളത് തിരുത്തൽ നിയമങ്ങളാണ്. തടവ് ശിക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തൽ നിയമങ്ങളാണ് ഏതിൽപ്പെടുന്നത്? ജൈവിക ഐക്യദാർഢ്യത്തിൽപ്പെടുന്നത്. ഓക്കെ, ഇതൊരു 5-6 പോയിന്റ് യാന്ത്രിക ഐക്യദാർഢ്യത്തിലും ജൈവിക ഐക്യദാർഢ്യത്തിലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടാ. അപ്പോൾ സോഷ്യൽ സോളിഡാരിറ്റിയെ എമിൽ ദുർക്കയം 2 തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, മറ്റൊന്ന് ഓർഗാനിക് സോളിഡാരിറ്റി. ഓക്കെ, ഇതിൽപ്പെടുന്ന ഒരു 5 കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അന്യവൽക്കരണം എന്ന ചോദ്യം വരാറുണ്ട്. അന്യവൽക്കരണം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവാണ് കമ്മ്യൂണിസത്തിൻ്റെ പിതാവായിട്ടുള്ള കാൾ മാർക്സ്. എന്താണ് അന്യവൽക്കരണം? തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിനുമേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം. അതായത് തൊഴിലാളികൾക്ക് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുതലാളി എന്ത് ജോലിയാണോ തരുന്നത് അത് മാത്രം ചെയ്യുക എന്നതാണ് അവരുടെ ജോലി. മാത്രവുമല്ല, ആവർത്തന വിരസത ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ടും അവർക്ക് നിരാശയുണ്ടാകുന്നു. ഇതിനെയൊക്കെയാണ് അന്യവൽക്കരണം എന്ന് പറയുക. അന്യവൽക്കരണം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കമ്മ്യൂണിസത്തിൻ്റെ പിതാവായിട്ടുള്ള കാൾ മാർക്സ് ആണ്. സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണങ്ങളെ കുറിച്ചൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പവർ ആൻഡ് അതോറിറ്റി, ശക്തിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ശക്തി, അധികാരം. മറ്റുള്ളവർ എതിർക്കുമ്പോൾ പോലും സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാനുള്ള ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ കഴിവാണ് ശക്തി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ എതിർക്കുമ്പോൾ പോലും സ്വന്തം ഇച്ഛ നടപ്പിലാക്കാനുള്ള വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ കഴിവാണ് പവർ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ എതിർപ്പ്, സംഘട്ടനം, മത്സരം എന്നിവയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മതവുമായി ബന്ധപ്പെട്ട ഉള്ള ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥമെഴുതിയ മാക്സ് വെബർ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. മതവുമായി ബന്ധപ്പെട്ട പൊതു സവിശേഷതകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ ഉണർത്തുകയാണ്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ്? ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ് സാമൂഹിക സംഘം എന്നാൽ എന്ത്? വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? സാമൂഹിക ശ്രേണീകരണം എന്നാൽ എന്ത്? 4 തരത്തിലാണ് സാമൂഹിക ശ്രേണീകരണമുള്ളത്. ഇനി സാമൂഹിക ശ്രേണീകരണത്തിലെ ജാതി, വർഗം എന്നിവ താരതമ്യം ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, എന്തായാലും ഈ ചോദ്യം വരാം, ഒന്നുകിൽ എസ് ആയിട്ട് വരും അല്ലെങ്കിൽ 6 മാർക്കിന് വരും. എന്താണ്? മേജർ എൻവിറോൺമെൻ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്. ആഗോള സമൂഹം അനേകം പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നു. എന്തെല്ലാം പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നേരിടുന്നത്? അത് വിശദീകരിക്കുക. അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സോഷ്യലൈസേഷൻ എന്ന ചോദ്യം. സോഷ്യലൈസേഷൻ ആൻഡ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണം എന്നാൽ എന്ത്? സാമൂഹ്യവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത ഏജൻസികൾ വിശദീകരിക്കുക. ഇനി മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സാമൂഹിക മാറ്റത്തെ ചെറുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ വിശകലനം ചെയ്യുക. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ചോദ്യം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സോഷ്യോളജിയിലും
സോഷ്യൽ ആന്ത്രപ്പോളജിയിലും പങ്കാളിത്ത നിരീക്ഷണ പഠന മാർഗത്തിൻ്റെ പ്രായോഗികത വിമർശനാത്മകമായി പരിശോധിക്കുക. ഫീൽഡ് വർക്കിൻ്റെ പ്രായോഗികത വിമർശനാത്മകമായിട്ട് പരിശോധിക്കുക. അതേപോലെ മറ്റൊരു ചോദ്യമാണ് എത്തനോസെൻട്രിസം, കോസ്മോപൊളിറ്റനിസം, വംശീയ കേന്ദ്രോത്മുഖത എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ചോദ്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നോക്കി പോകണം. ഓക്കെ, താങ്ക് യു.